അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ ലാമ്പ് പോയിൻറ്റ്സ് കണക്റ്റഡ് ഇൻ നോർമൽ ഇല്ലുമിനേറ്റിംഗ് സീരിയൽ ലൈറ്റ്. സീരിയൽ ലൈറ്റ് എന്ന് പറയില്ല, നമ്മുടെ സാധാരണ മാല ബൾബ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് വയറിങ് ചെയ്തേക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം പാരലാണ്. സീരിയലാന്ന് പറയുന്നത് ശരിക്കും പാരലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ലാമ്പുകൾക്കും സെപ്പറേറ്റ് ആയിട്ട് വോൾട്ടേജ് ചെല്ലുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാം വോൾട്ടേജ് ഡ്രോപ്പായി പോകും. സീരിയലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പായി പോയിട്ട് നമുക്ക് മര്യാദയ്ക്ക് വെളിച്ചം കിട്ടില്ല. അപ്പോൾ എല്ലാം പാരലിലാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ പേരിൽ സീരിയലിൽ എന്ന് പറഞ്ഞ മാല ബൾബ് എന്ന് പറയുമെങ്കിലും ഇതിൻ്റെ സംഭവം ഇങ്ങനെയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു ലാമ്പ് അടിച്ചു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള അങ്ങോട്ടുള്ളതെല്ലാം ബ്രോക്കായി പോകും, അല്ലെങ്കിൽ അവിടുത്തെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ പാരലാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല, ഒരെണ്ണം പോയാലും അത് ഇൻഡിപെൻഡൻ്റ് മാറ്റാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ നമ്മൾ സീരീസ് ചെയ്താൽ നടക്കില്ല, പാരൽ ചെയ്താൽ നടക്കില്ല. കാസ്കേഡ് ഇതിൻ്റെ രണ്ടും മിക്സാണ്. കാസ്കേഡ് ചെയ്യേണ്ട ആവശ്യമില്ല, സീരീസ് ആയിട്ട് തന്നെ എങ്ങനെ പോയാൽ മതി. ഐ മീൻ പാരലായിട്ട് തന്നെ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഹൈഡൽ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ. അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലവൈദ്യുത പദ്ധതി അല്ലാത്ത ഏതാണെന്നുണ്ട്. മൂലമറ്റം, ബ്രഹ്മപുരം, മൂഴിയാർ, നേര്യമംഗലം. അപ്പോൾ ഇതിൽ മൂലമറ്റവും മൂഴിയാറും നേര്യമംഗലം എല്ലാം ഹൈഡലാണ്. ആകെ ബ്രഹ്മപുരം മാത്രമാണ് ഡീസൽ പവർ പ്ലാന്റ്. അപ്പോൾ അതാണ് അതിൽ ജലപദ്ധതി അല്ലാത്ത ഉള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം, കുറച്ച് ജനറൽ നോളേജിന് വേണ്ടി. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ളതാണ്, തൊടുപുഴ പുഴയിലാണ്. അതിന് 78 മെഗാവാട്ടാണ്. പുതിയ കപ്പാസിറ്റി ഒന്നും കൂടി നമ്മൾ ഇൻസ്പെക്ടർ ഡയറിയിൽ എപ്പോഴും അത് അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ പാർട്ട് ഒന്ന് നോക്കണം, അത് ഞാൻ കാണിച്ചു തരാം. മറ്റേ ഇൻസ്പെക്ടർ ഡയറിയിൽ എങ്ങനെയുള്ളത്. അപ്പോൾ KCBയുടെ അണ്ടറിലുള്ളതാണ് ഇതെല്ലാം. അതുപോലെ മൂഴിയാറും KCBയുടെ അണ്ടറിൽ തന്നെയാണ്. 6 മെഗാവാട്ടിൻ്റെ പദ്ധതിയാണ്. അത് മൂഴിയാർ പുഴയിലാണുള്ളത്. നേര്യമംഗലം പെരിയാറിലുള്ളതാണ്. 180 മെഗാവാട്ട് പദ്ധതിയാണ്. അപ്പോൾ ഇതിൽ ആകെ ഡീസൽ പവർ പ്ലാന്റ് മാത്രം ബ്രഹ്മപുരം, അത് വ്യത്യാസമുള്ളൂ. ഇതിപ്പോൾ കേരളത്തിൻ്റെ ലേറ്റസ്റ്റ് കണക്കാണ്, 2022 പ്രകാരമുള്ള കണക്കാണ് ടോട്ടൽ കപ്പാസിറ്റി. അപ്പോൾ ഹൈഡ്രോ എത്ര മെഗാവാട്ടാന്ന് എഴുതിയിട്ടുണ്ട്, അങ്ങനെ തെർമലും വിൻഡും സോളാറും എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ട്രാൻസ്മിഷൻ വോൾട്ടേജുകൾ എത്രയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 400 kV ആണ് ഇവിടുത്തെ മാക്സിമം വോൾട്ടേജ് വരുന്നത്. ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി ഇതൊക്കെ എടുത്ത് വെച്ചേക്കുക, നോക്കി വെച്ചേക്കുക. ഇൻസ്പെക്ടർ ഡയറിയിൽ അവൈലബിൾ ആണ്, ഇത് മേടിക്കുക. ഇത് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ലൈൻസ് വരുന്നുണ്ട്. പിന്നെ പവർ പ്രോജക്ട്സ് ഏതൊക്കെയാണെന്നുള്ള ഇടുക്കിയുടെ പറയുന്നുണ്ട്. അതിൻ്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയും പ്ലാന്റ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഷോളയാർ, പള്ളിവാസൽ, കുറ്റിയാടിയുടെ എക്സ്റ്റൻഷൻ, അതായത് നമ്മൾ പറഞ്ഞ നേര്യമംഗലം, ലോവർ പെരിയാർ, പൊരിങ്ങൽകുത്ത്, സെങ്കുളം, കക്കാട്, പന്നിയാർ, നേര്യമംഗലം എക്സ്റ്റൻഷനുണ്ട്. അപ്പോൾ ഇതെല്ലാം HEP ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷനാണ്. പിന്നെ മലങ്കര, കല്ലട, പേപ്പാറ, മാട്ടുപ്പെട്ടി പോലെയൊക്കെ ചെറിയ ചെറിയ സ്റ്റേഷൻ ഇതുണ്ട്. അപ്പോൾ ചെറുതിൻ്റെ പറഞ്ഞിട്ട് തെർമൽ സ്റ്റേഷൻസും ഇവിടെ പറയുന്നുണ്ട്. BDP ആണ് ബ്രഹ്മപുരത്തിൻ്റെ. അടുത്ത ഈ പറഞ്ഞ ഹൈഡൽ ജനറേറ്റിംഗ് സ്റ്റേഷനോടനുബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പണൻറ്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഹൈഡൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ. അതായത് താഴെ പറയുന്നത് ജലവൈദ്യുതി പദ്ധതിയിൽ ഇല്ലാത്തൊരു സാധനം എന്താണെന്നുള്ളത്. അപ്പോൾ പെൻസ്റ്റോക്ക്, സർജ് ചേമ്പർ, ടെയിൽ റേസ്, കണ്ടൻസർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതൊക്കെയെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തിയറി ഒന്ന് നോക്കാം. പെൻസ്റ്റോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു വലിയ പൈപ്പ് നമ്മുടെ ഡാമിൽ നിന്ന് ടർബൈനിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പൈപ്പ്. അതിലൂടെ വെള്ളം കടത്തി വിട്ടിട്ട് നമ്മുടെ ടർബൈൻ കറക്കുന്നത്. അത് എന്തായാലും നമ്മുടെ ഹൈഡൽ എനർജിയിലുള്ള സർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർജ് ചേമ്പർ എന്ന് പറഞ്ഞൊരു സർജ് ടാങ്ക് എന്നും പറയും. അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു ഫ്ലോ, അതായത് പെട്ടെന്നൊരു വെള്ളം വന്ന് അടിച്ചു അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പെട്ടെന്നൊരു വെള്ളം വന്ന് അടിച്ചിട്ടുള്ളൊരു ഹാമർ എഫക്റ്റ് എന്നൊക്കെ പറയും. അതായത് ഒരു വെള്ളം തുറന്നു വിടുമ്പോൾ നേരെ ഒന്ന് അടിച്ച് പൈപ്പിനൊക്കെ ഡാമേജ് പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള ടാങ്കാണ്. അപ്പോൾ അതിങ്ങനെ പ്രഷർ അബ്സോർവ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് അതിൽ ചെയ്തേക്കുന്നത്. പിന്നെ ടെയിൽ റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വെള്ളം ടർബൈനിൽ നിന്ന് ഔട്ട് വരുന്ന അത് വെള്ളത്തിൽ നമ്മുടെ നദിയിലേക്ക് തിരിച്ചൊഴുക്കി വിടാനുള്ള പാർട്ടാണ് ഈ ടെയിൽ റേസ് എന്ന് പറഞ്ഞത്. അതൊരു ചാനൽ അല്ലെങ്കിൽ ടണൽ എന്ന് പറയാം. അപ്പോൾ ഇതിലൊന്നും ഇല്ലാത്ത സാധനം കണ്ടൻസറാണ്. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെർമൽ പവർ പ്ലാന്റ്, അതായത് നമ്മുടെ താപവൈദ്യുത നിലയമാണ്, അതിലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കൽക്കരി വെച്ച് കത്തിച്ചിട്ടുള്ള അതിലൊക്കെയാണ് കണ്ടൻസർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ നീരാവിയെ വെള്ളമായിട്ട് തിരിച്ച് ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്
ഇവൻ ചെയ്യുന്നത് കണ്ടൻസർ. അപ്പോൾ കണ്ടൻസറാണ് ഇതിൽ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഓപ്ഷൻ ഡി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഇനിയുള്ള ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസ്ഫോമേഴ്സ് ആർ നോട്ട് സീൻ ഇൻ ദ ജനറേറ്റിംഗ് സ്റ്റേഷൻ. താഴെ പറഞ്ഞ ട്രാൻസ്ഫോമറിൽ ഏതാണ് വൈദ്യുതി ഉത്പാദന നിലയത്തിൽ ഇല്ലാത്തതെന്നുള്ളത്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ: ഓക്സിലറി ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, ന്യൂട്രൽ ഗ്രൗണ്ടിങ് ട്രാൻസ്ഫോമർ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇത് 4 എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ഓക്സിലറി ട്രാൻസ്ഫോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്സിലറി എന്ന് പറഞ്ഞാൽ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈറ്റിങ്, ഹീറ്റിംഗ്, കൂളിംഗ് അങ്ങനത്തെ പർപ്പസിന് വേണ്ടി പവർ എടുക്കുന്ന, അതായത് ഈ പറഞ്ഞ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ അങ്ങനത്തെ ആവശ്യങ്ങൾക്കായിട്ട് പവർ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോമറാണെന്ന് മനസ്സിലാക്കുക. ഓക്സിലറി സിസ്റ്റംസ് എന്നാണ് ഈ പറഞ്ഞ സിസ്റ്റത്തിന് പറയുന്നത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, അത് നമ്മൾ അറിയാലോ, ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ. അപ്പോൾ അതിന് വേണ്ടി ജനറേറ്റർ പവറിനെ ഒരു ഹൈ ലെവലാക്കി ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്തായാലും അവിടെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതും ആവശ്യമുണ്ട്. പിന്നെ ന്യൂട്രൽ ഗ്രൗണ്ടിങ് ട്രാൻസ്ഫോമർ, നമ്മുടെ ന്യൂട്രൽ ജനറേറ്ററിൻ്റെ ന്യൂട്രൽ പോയിൻറ്റിന് ഈ ട്രാൻസ്ഫോമർ ത്രൂ ആയിരിക്കും കൊടുക്കുന്നത്. അതായത് പ്രൊട്ടക്ഷൻ പർപ്പസിനൊക്കെ വേണ്ടിയാണ്. പിന്നെ ഈ നമ്മുടെ ജനറേറ്ററിനൊന്നും ഡാമേജ് വരാത്ത രീതിയിൽ ഒപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ജനറേറ്റിംഗ് സ്റ്റേഷനിലുള്ളൊരു പാർട്ടാണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറാണ് ഇതിൽ കൂട്ടാൻ പറ്റാത്തത്. കാരണം അങ്ങേര് ഈ പുള്ളി ഉണ്ടാകുന്നത് എവിടെയാണ്, നമ്മുടെ വീടിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോമറാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വോൾട്ടേജ് 11 kV വന്നിട്ട് അതിനെ നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന 11 kV KCB കൊണ്ടുവന്നിട്ട് അതിനെ കുറച്ച് 415 ആക്കിയിട്ട്, അല്ലെങ്കിൽ 415 ആക്കിയിട്ട് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുക. 3 phase ആണെങ്കിൽ 415, മറ്റേതാണെങ്കിൽ 230 അല്ലെങ്കിൽ 240 വോൾട്ടായിട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ കാണില്ല. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഉത്തരം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണെങ്കിൽ കൂട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഓപ്ഷൻ ഡി ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, റിയാക്ടേഴ്സ് ആർ യൂസ് ഇൻ സബ്സ്റ്റേഷൻ. റിയാക്ടർ എന്തിനാണ് സബ്സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത്? അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനും, വോൾട്ടേജ് ഇമ്പ്രൂവ് ചെയ്യാനും, ഓവർ വോൾട്ടേജ് കുറയ്ക്കാനും. ഇത് മുകളിൽ പറഞ്ഞതെല്ലാം. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. റിയാക്ടർ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യും. കാരണം അതിൻ്റെ ഒരു പ്രവർത്തനം അതുപോലെയാണ്. അപ്പോൾ റിയാക്റ്റീവ് പവർ വരുന്നതനുസരിച്ച്, അതായത് നമ്മുടെ ഇൻഡക്റ്റൻസ് മോട്ടോർ കാരണം ഉണ്ടാകുന്ന പവർ ഫാക്ടർ കുറയ്ക്കുന്ന പവറിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇവൻ. അപ്പോൾ വോൾട്ടേജ് റെഗുലേറ്റിംഗ് റിയാക്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ചാൽ നമുക്ക് വോൾട്ടേജ് ലെവലും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ സർജ് റിയാക്ടർ എന്ന് പറഞ്ഞ റിയാക്ടേഴ്സ് ഉപയോഗിച്ച് ഓവർ വോൾട്ടേജുകളും പിന്നെ പെട്ടെന്ന് ഹൈ വോൾട്ടേജൊക്കെ ചാടി കയറിയൊക്കെ വരുന്ന അതൊക്കെ കുറയ്ക്കാനും എക്സസ് എനർജി അങ്ങനെ വഴിതിരിച്ചു വിടാനും സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്കും റിയാക്ടർ ഉപയോഗിക്കുന്ന കാരണം നമുക്ക് ഓൾ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞ ഉത്തരമാണ് ഇതിന് മികച്ചതെന്ന് നമുക്ക് തോന്നാം. ഇനി HVDC എന്ന് വെച്ചാൽ എന്താ? ഹൈ വോൾട്ടേജ് DC ഡയറക്റ്റ് കറണ്ടാണ്. അപ്പോൾ അതിന് 4 ഓപ്ഷൻ ബാക്കി തന്നിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഈ HVDC എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയുള്ളൊരു പുതിയ ടെക്നോളജിയാണ് HVDC എന്ന് പറഞ്ഞാൽ. ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ടാണ് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കിയിട്ട് ദെൻ അത് ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുക. അതായത് ലോങ് ഡിസ്റ്റൻസ് ഒരു 500 കിലോമീറ്റർ റേഞ്ചിലുള്ള സ്ഥലത്തൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ തിരിച്ചത് AC ആയിട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ഉപയോഗിക്കും. പിന്നെ അണ്ടർ വാട്ടർ കേബിൾസിനും കൺട്രോളിങ് പവർ ഫ്ലോ ബിറ്റ്വീൻ ഗ്രിഡ്സ് അങ്ങനെ പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ലോസ് നമുക്ക് കുറയ്ക്കാം. പിന്നെ കുറേ അധികം പവർ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി സ്റ്റേബിളാണ്. DC ആയതുകൊണ്ട് നമുക്ക് പ്ലസ് ഓർ മൈനസ് ആ ഒരു ഇതിൽ പോകുന്നതുകൊണ്ട് കുറച്ചും കൂടി സ്റ്റേബിളാണ്. കുറച്ചും കൂടി പവർ നമുക്ക് കൺട്രോളബിളാണ്. പക്ഷേ സംഭവം കോസ്റ്റ്ലിയാണ്. അപ്പോൾ അങ്ങനെ പുതിയ പവർ സിസ്റ്റത്തിൽ ഇത് ആയി വരുന്നുണ്ട്. പുറം രാജ്യങ്ങളിലൊക്കെ ഇതായി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്കുകൾ.